നമസ്കാരം. പ്രധാന വാർത്തകൾ. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. ഒരാഴ്ചക്കിടെ ഉണ്ടാക്കുന്ന 6ാമത്തെ അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരെയാണ് അപകടം. വള്ളത്തിൽ 5 പേരുണ്ടായിരുന്നു. എല്ലാവരെയും രക്ഷപ്പെടുത്തി. അഴിമുഖത്തെ ശക്തമായ തിരയാണ് അപകട കാരണം. പരിക്കേറ്റ 2 പേരെ പെരുമാതുറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗൂഗിൾ മാപ്പ് ചതിച്ചു. വഴിതെറ്റിയ കണ്ടെയ്നർ ലോറി ഇടറോഡിൽ കുടുങ്ങി. പെരുമ്പാവൂർ ഓൾഡ് വല്ലം റോഡിലാണ് വാഹനം കുടുങ്ങിയത്. വാഹനം തിരിക്കാനുള്ള ശ്രമത്തിനിടെ സമീപത്തെ മതിലും തകർത്തു. പൂനെയിൽ നിന്ന് കിഴക്കമ്പലത്തെ സ്വകാര്യ കമ്പനിയിലേക്ക് പോയ വാഹനമാണ് കുടുങ്ങിയത്. മതിൽ നിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മൂത്ത മകനെ മദ്രസയിലാക്കി വരുന്ന വഴി അധ്യാപകന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം. കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനും പരിക്ക്. നിലമ്പൂർ അമൽ കോളേജിലെ അധ്യാപകൻ മുനീറിനും 2 വയസ്സുള്ള കുഞ്ഞിനുമാണ് പരിക്കേറ്റത്. രാവിലെ 7:10 കൂടിയായിരുന്നു അപകടം. മൈലാടി ഗവൺമെന്റ് UP സ്കൂളിന് സമീപത്ത് വെച്ചാണ് പന്നിയുടെ ആക്രമണം ഉണ്ടായത്. കാലിന്റെ തുടയ്ക്കാണ് പന്നി കുത്തി സാരമായി പരിക്കേറ്റത്. ഒക്കത്തുണ്ടായിരുന്ന 2 വയസ്സുകാരനായ മകൻ തെറിച്ചു വീഴുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മുനീറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൂത്ത കുട്ടിയെ മദ്രസയിലാക്കി നടന്നു വരുമ്പോഴായിരുന്നു സംഭവം. പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെ ഹൈക്കോടതിയിൽ ഹർജി നൽകി ശ്വേതാ മേനോൻ. ചലച്ചിത്ര താരം ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച താരം. അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയാണെന്നാണ് ശ്വേതയുടെ വാദം. FIRലെ ബാലിശമായ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടിയും കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പാർട്ടി വിട്ട് CPMലേക്ക്. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ് CPMലേക്ക്. സുമേഷ് അടക്കം BJP സജീവ പ്രവർത്തകരായ 11 പേരാണ് CPIMൽ ചേരുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് സുമേഷ് പറഞ്ഞു. BJP പ്രവർത്തകരായ ഷിഗിൽ നാഥ്, EC സായികുമാർ, വിജേഷ് നടക്കൽ, സന്ദീപ് തൃക്കോത്ത്, VK തമ്പാൻ എന്നിവരാണ് സുമേഷിനോടൊപ്പം BJPയിൽ ചേരുന്നത്. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് വരും കാലങ്ങളിലും തുടരും. കടുത്ത അവഗണനയാണ് BJPയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സുമേഷ് പറഞ്ഞു.